നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ്. നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിരീക്ഷിക്കണം, അത് ആര് ആണെങ്കിലും. അപ്പോൾ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളിൽ നിന്നുള്ള സ്നേഹമല്ലെങ്കിൽ തീർത്തും അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഭിനയമാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളെ പൂർണ്ണമായി ചതിച്ചിരിക്കും. 100% ചതിച്ചിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. സ്നേഹം തിരിച്ചു കിട്ടാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മാക്സിമം ഒരാളെ ഉൾപ്പെടുത്താൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും അയാളെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനായിക്കോട്ടെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തിലും അവരെ ഉൾപ്പെടുത്തി അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുത്ത് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഇങ്ങോട്ട് സ്നേഹിക്കാൻ ഇടയായിത്തീരും. ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ ഇത് അനുകരിച്ചു നോക്കുക. നിങ്ങൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കത് തന്നെ ഉറപ്പായും തിരിച്ചു ലഭിക്കും. നിങ്ങൾ സ്നേഹം കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം ലഭിക്കും. സ്നേഹം എന്ന് പറയുമ്പോൾ പ്രണയവും അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. പക്ഷേ വിജയിക്കുന്ന പ്രണയങ്ങളും പരാജയപ്പെടുന്ന പ്രണയങ്ങളുമുണ്ട്. പ്രണയത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ വെറും ചുരുക്കം ശതമാനം ആളുകൾക്ക് മാത്രമാണ് അവർ വിചാരിച്ചതിൻ്റെ അവസ്ഥകൾ സംഭവിക്കുന്നത്. ബാക്കിയെല്ലാം പരാജയത്തിലാണ് പെട്ടുപോകുന്നത്. ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുകയാണ്. ആ പ്രണയം മുന്നോട്ട് പോകാനുള്ള ആവശ്യങ്ങൾ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പകുതി വെച്ച് അത് തകർന്നു പോകുകയാണ് ചെയ്യുന്നത്. പക്ഷേ കടിച്ചു പിടിച്ചു മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ മാത്രമാണ് തകർക്കാതെ അവരുടെ പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ വിജയിക്കും. സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് വ്യക്തമായി ഒന്നും പറയുന്നില്ലെങ്കിൽ അവരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അവർ ചതിക്കും. അവർ ചതിക്കുന്നവരാണ്. തക്ക സമയത്ത് അവർ ഒഴിഞ്ഞു മാറും. ഇക്കാര്യം ഓരോ വ്യക്തിയും ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക. യഥാർത്ഥ സ്നേഹം നിങ്ങളോടുള്ള ഒരു വ്യക്തിയെ നിങ്ങളായി വേദനിപ്പിക്കാതെ ഇരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വേദന ഒരിക്കൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി സംഭവിച്ചിരിക്കും, ഉറപ്പ്. സ്നേഹത്തിനു വേണ്ടി ഒരിക്കലും യാചിച്ച് ഒരാളുടെ പുറകെയും നിങ്ങൾ നടക്കരുത്. സ്നേഹമെല്ലാം അവരിൽ നിന്ന് പിന്നീട് കിട്ടുക വളരെ കടുപ്പത്തിലുള്ള ചതിയായിരിക്കും. അത് നിങ്ങൾ ഇരന്നു വാങ്ങിയതുപോലെയായിരിക്കും കിട്ടുക. നിങ്ങൾ തകർന്നു പോകും, ഉറപ്പാണ്. സ്നേഹിച്ചൊരിക്കൽ വിശ്വസിച്ചവരെ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അവർ സ്നേഹം അഭിനയിച്ച് നടക്കുന്നവരാണ്. അവർ പിന്നെയും നിങ്ങൾക്ക് വേദന തന്നു പോയിരിക്കും. നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയെ കിട്ടുക എന്നത് വലിയ ഭാഗ്യമാണ്. അത് ദൈവം കൊണ്ടുവന്ന് തരണം. ബാക്കിയെല്ലാം നമുക്ക് പണി തന്ന് നമ്മളെ തകർത്ത് ജീവിതം നരകതുല്യം ആക്കാൻ കൂടിയവരാണ്. നിങ്ങളെ എത്ര നന്നായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവരെ പൂർണ്ണമായി വിശ്വസിച്ച് അവരെ പൂർണ്ണമായി ആശ്രയിക്കാതെ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം ഉള്ളതാണ് നല്ലത്. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ കാലിൽ നിവർന്നു നിൽക്കാൻ കഴിയുന്നതാണ്. അല്ലാത്തവർ സ്നേഹബന്ധങ്ങൾ തകരുമ്പോൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ഒരാൾ നിങ്ങളെ സ്നേഹിച്ച് ഉപേക്ഷിച്ചു പോയാൽ അതിലും നല്ലത് നിങ്ങൾക്ക് വന്നു ചേരും. പക്ഷേ നിങ്ങൾ അവരെ ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കി സ്നേഹിക്കാൻ പഠിക്കണം. ആദ്യം ചതിച്ച ആളെ തന്നെ വീണ്ടും ഹൃദയത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുക ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും എത്താതെ ജീവിതത്തിൽ സ്വയം വേദനിച്ച് തകരും. ഇതാണ് ഫലമായി തീരുക.